ഇസ്രായേൽ ഇറാൻ ആക്രമണ സമയത്ത് ഇസ്രായേലിലെ അമിതാവേശം ഇസ്രായേലിന് തന്നെ വിനയാകുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇറാനെ ആക്രമിക്കാനായി ഇസ്രായേൽ ഇറാന്റെ പല ഭാഗങ്ങളിലായി ഡ്രോൺ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഇവിടങ്ങളിലുള്ള നൂറുകണക്കിന് ഡ്രോണുകൾ ഇപ്പോൾ കാണാതായിരിക്കുന്നു. അത് ഇറാന്റെ കൈവശമെത്തി എന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇസ്രായേലിന് ഇറാനെ ഫലപ്രദമായി ആദ്യം ആക്രമിച്ചത് ഇത്തരം ഡ്രോണുകൾ വെച്ചായിരുന്നു. അതായത് ഇറാനിൽ നിന്ന് തന്നെ പറന്നുയർന്ന് ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ഡ്രോണുകൾ വെച്ചായിരുന്നു ആദ്യ ഘട്ടങ്ങളിലെ ആക്രമണം. ഇതിനായി വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇസ്രായേൽ ഇറാനിൽ സ്ഥാപിച്ചിരുന്ന നൂറുകണക്കിന് ഡ്രോണുകൾ, ആധുനിക ഡ്രോണുകൾ, കോടിക്കണക്കിന് ഡോളർ വിലയുള്ള ഈ ഡ്രോണുകളാണ് ഇപ്പോൾ ഇറാന്റെ കൈവശം എത്തിയിരിക്കുന്നത്. ഇറാൻ ഇപ്പോൾ അതിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തുന്നു. ഇറാന് മുൻപും റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി ആയുധം ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. മുമ്പ് അമേരിക്കയുടെ AQ-170 എന്ന് പറയുന്ന സ്റ്റെൽത്ത് ഡ്രോണിന്റെ ആ ഒരു കോപ്പി പകർത്തിക്കൊണ്ട് അതിന്റെ മറ്റൊരു രൂപം ഇപ്പോൾ അണിയറ തയ്യാറാണ്. ഇവിടെയാണ് ഈ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഹെർമിസ് ഡ്രോണുകൾ, ഒപ്പം തന്നെ കോഡ് ക്യാപ്റ്റർ ഡ്രോണുകൾ, ഇത് വലിയ വിനാശകരമായ നാശം വിതയ്ക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ്. ഈ ഡ്രോണുകളും മറ്റും എടുത്ത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി ഡ്രോണുകൾ ഉണ്ടാക്കുക. ഇത് ഭാവിയിൽ ഇസ്രായേലിന് വലിയ തലവേദന തന്നെ സൃഷ്ടിക്കും. കാരണം എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ഇറാനിൽ പല ഭാഗത്തും സ്ഫോടനങ്ങൾ നടത്താൻ കഴിവുണ്ടായിരുന്ന ഈ ഡ്രോണുകൾ ഇറാന്റെ പക്കൽ എത്തിക്കഴിഞ്ഞാൽ അത് ഇറാൻ രൂപകൽപ്പന ചെയ്യുകയാണ് എങ്കിൽ, അതിനെ കൂടുതൽ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ടെക്നോളജി വൈദഗ്ധ്യം ആ ഒരു ഡ്രോണുകൾക്ക് ഉണ്ടാകും എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു. ഇത്തരത്തിൽ ഉള്ള ഡ്രോണുകൾ ഒരുപക്ഷെ നാളുകളിൽ ഹിസ്ബുള്ളയുടെയോ ഹൂത്തികളുടെയോ ഹമാസിൻ്റെയോ കൈകളിൽ എത്തിയേക്കാമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. ഏതായാലും ഇസ്രായേൽ ഉപേക്ഷിക്കപ്പെട്ട ഡ്രോണുകളാണ് ഇപ്പോൾ ഇറാന്റെ കൈവശം എത്തിയിരിക്കുന്നത്. റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ മുമ്പും വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. ന്യൂസ് ഡെസ്ക് മലയാളം.